പൊതുവിദ്യാഭ്യാസത്തിൽ പാഠപുസ്തകങ്ങൾ മുതൽ പരീക്ഷയും വരെ സമഗ്ര മാറ്റമാണ് ഇക്കൊല്ലം കൊണ്ടുവരുന്നത്. തൊഴിൽ നൈപുണ്യ വികസനത്തിന് പ്രത്യേക പാഠപുസ്തകം, ഹൈസ്കൂൾ ക്ലാസ് സമയം വർദ്ധിപ്പിച്ചു തുടങ്ങിയ നിരവധി പരിഷ്കാരങ്ങൾ ഇത്തവണ പള്ളിക്കൂടം തുറക്കുമ്പോൾ ഉണ്ടാകുന്നു. ഇത്തവണത്തെ പഠന രീതിയിലെ മാറ്റങ്ങളെക്കുറിച്ച് ഉമേഷ് ബാലകൃഷ്ണൻ തയ്യാറാക്കിയ ഒരു എക്സ്പ്ലെയിനർ നമുക്കിനി കാണാം. എന്തൊക്കെ മാറ്റങ്ങളാണ് ഈ കൊല്ലം വരാൻ പോകുന്നത്? 2 മാസത്തെ വേനലവധിക്ക് ശേഷം അങ്ങനെ വിദ്യാർത്ഥികൾ സ്കൂളുകളിലേക്ക് എത്തുകയാണ്. ഇത്തവണ വലിയ മാറ്റമാണ് വിദ്യാഭ്യാസ വകുപ്പ് വിദ്യാഭ്യാസ രംഗത്ത് ഒരുക്കിയിരിക്കുന്നത്. അത് ക്ലാസ്സുകൾ തുടങ്ങുന്ന സമയമാകട്ടെ, ക്ലാസ്സുകൾ കഴിഞ്ഞിറങ്ങുന്ന സമയമാകട്ടെ, ശനിയാഴ്ചത്തെ ക്ലാസ്സുകളാകട്ടെ തുടങ്ങി വലിയ മാറ്റം ക്ലാസ് നടത്തിപ്പിലും വാർഷിക പരീക്ഷയിലെ മിനിമം മാർക്ക് വേണമെന്നുള്ള നിബന്ധനകളുമെല്ലാം ക്ലാസിൻ്റെ രീതിയെ തന്നെ മാറ്റിമറിക്കും. സർക്കാർ സ്കൂളുകളിൽ ക്ലാസ് ടൈം രാവിലെ 10 മണി മുതൽ 4 മണി വരെ ആയിരുന്നു. പക്ഷേ ഇത്തവണ സാഹചര്യങ്ങൾ മാറുകയാണ്. ഹൈസ്കൂളിലാണ് ക്ലാസ് ടൈമിൻ്റെ സമയത്തിൽ മാറ്റം വരുത്തിയിരിക്കുന്നത്. അതായത് അവർക്ക് രാവിലെ 9:45 ക്ലാസ് ടൈം ആരംഭിക്കും. അതായത് നേരത്തെ 10 മണി എന്നുള്ളത് ഇനി മുതൽ 15 മിനിറ്റ് നേരത്തെ എത്തണം. ഒപ്പം ക്ലാസ്സുകൾ കഴിയുന്നത് 4 മണിക്കല്ല 4:15-നാണ്. അതായത് 15 മിനിറ്റ് അധികമായി സമയമെടുക്കും. LP UP വിദ്യാർത്ഥികൾക്ക് 10 മണിക്ക് ക്ലാസ്സിലെത്തിയാൽ മതി. 4 മണിക്ക് ക്ലാസ്സിൽ നിന്ന് വീട്ടിലേക്ക് പോകാനും കഴിയും. അതേസമയം ഇത്തവണ ഹൈസ്കൂൾ വിഭാഗം വിദ്യാർത്ഥികൾക്ക് ശനിയാഴ്ചകളിലും ക്ലാസ് ഉണ്ടാകും. എല്ലാ ശനിയാഴ്ചയുമല്ല, ഈ അക്കാദമിക് വർഷത്തിൽ 7 ശനിയാഴ്ചകളിൽ വിദ്യാർത്ഥികൾക്ക് ക്ലാസ് നൽകാനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അതുകൂടാതെ വെള്ളിയാഴ്ചകളിൽ ഈ അധിക ക്ലാസ് ടൈം, അതായത് വെള്ളിയാഴ്ചകളിൽ കൃത്യം 10 മണിക്ക് ഹൈസ്കൂൾ വിഭാഗം വിദ്യാർത്ഥികളും എത്തിയാൽ മതി. 4 മണിക്ക് ഇറങ്ങാം. ഈ അരമണിക്കൂർ അധിക ക്ലാസ് ടൈം വെള്ളിയാഴ്ചകളിൽ ഉണ്ടായിരിക്കുന്നതല്ല. ഇത്തവണ ക്ലാസ്സുകൾ ആരംഭിച്ചാൽ ആദ്യ 2 ആഴ്ച പൊതുവിഷയങ്ങളെക്കുറിച്ച് കൂടി പഠനങ്ങളുണ്ടാകും. അതായത് ഈ 2 ആഴ്ച 1 മണിക്കൂർ പൊതുവിഷയങ്ങൾ പഠിപ്പിക്കും. നല്ല ശീലം, നല്ല പെരുമാറ്റം, കൃഷി, പോക്സോ നിയമങ്ങൾ തുടങ്ങി വിദ്യാർത്ഥികൾക്ക് അറിയേണ്ട കാര്യങ്ങളായിരിക്കും ഈ മണിക്കൂറിൽ പഠിപ്പിക്കുക. വിദ്യാർത്ഥികളെ നല്ല പൗരന്മാരാക്കി പുറത്തേക്ക് ഇറക്കുക എന്ന ലക്ഷ്യമാണ് ഇത്തരത്തിൽ പൊതുവിഷയങ്ങൾ പഠിപ്പിക്കുന്നതിലൂടെ സർക്കാർ ലക്ഷ്യമിടുന്നത്. ഈ ആദ്യ 2 ആഴ്ചകൾ കൊണ്ട് ഇത് അവസാനിക്കില്ല. 6 മാസം കഴിഞ്ഞ് വീണ്ടും ഇതിൻ്റെ റിവിഷൻ നടത്തും. 1-ാം ക്ലാസ് മുതൽ 10-ാം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികളുടെ പാഠപുസ്തകങ്ങൾ പൂർണ്ണമായി പരിഷ്കരിച്ചു കഴിഞ്ഞു. ഇതുകൂടാതെ ചില പാഠഭാഗങ്ങൾ കൂടി വിദ്യാർത്ഥികൾക്ക് ഈ വർഷം ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്. അതായത് നൈപുണ്യ വികസനവുമായി ബന്ധപ്പെട്ട് വിവിധ തൊഴിൽ മേഖലകളെ വിദ്യാർത്ഥികൾക്ക് പരിചയപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് കൂടുതൽ പാഠഭാഗങ്ങൾ വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഇത്തവണ ഉൾപ്പെടുത്തുന്നത്. ചെറിയ പുസ്തകങ്ങളായിട്ടായിരിക്കും ഈ പാഠഭാഗങ്ങൾ വരിക. അത് വിവിധ തൊഴിൽ മേഖലകളെ ആയിരിക്കും. അതായത് കൃഷി, വ്യവസായം, കെട്ടിട നിർമ്മാണം, IT, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, ജേർണലിസം തുടങ്ങി വിവിധ തൊഴിൽ മേഖലകളെ വിദ്യാർത്ഥികൾക്ക് പരിചയപ്പെടുത്തുക, അതിൽ വിദ്യാർത്ഥികൾക്ക് താല്പര്യമുണ്ടാക്കുക തുടങ്ങിയ ലക്ഷ്യമാണ് സർക്കാർ ഇത്തവണ ഉദ്ദേശിക്കുന്നത്. SCERT ാണ് ഈ പാഠപുസ്തകങ്ങൾ തയ്യാറാക്കിയിട്ടുള്ളത്. 9-ാം ക്ലാസ് വരെ എല്ലാ വിദ്യാർത്ഥികളെയും വിജയിപ്പിച്ച് തൊട്ടടുത്ത ക്ലാസ്സിലേക്ക് വിടുന്ന ഓൾ പാസ് സംവിധാനം അവസാനിക്കുകയാണ്. 20 വർഷത്തിന് ശേഷമാണ് ഈ പരീക്ഷാ നടത്തിപ്പിൽ ഒരു മാറ്റം കൊണ്ടുവരാൻ സർക്കാർ തയ്യാറായിരിക്കുന്നത്. ഇതുപ്രകാരം 5, 6, 7, 9 ക്ലാസ്സുകളിലെ വിദ്യാർത്ഥികൾക്ക് വാർഷിക പരീക്ഷയിൽ ഇനി മുതൽ സബ്ജക്റ്റ് മിനിമം വേണം. അതായത് 5 മുതൽ 9-ാം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികൾ വാർഷിക പരീക്ഷ ഇനി മുതൽ പഠിച്ച് തന്നെ എഴുതണം. ഓരോ വിഷയത്തിലും നിശ്ചിത ശതമാനം മാർക്ക് അവർ നേടിയിരിക്കുകയും വേണം. ഇല്ല എങ്കിൽ അവർക്ക് തൊട്ടടുത്ത ക്ലാസ്സിലേക്ക് പോകാൻ കഴിയില്ല. എന്തായാലും അത്തരത്തിൽ പോകാൻ സഹായിക്കാൻ വേണ്ടി ഈ വെക്കേഷൻ കാലയളവിൽ ഏതെങ്കിലും വിദ്യാർത്ഥികൾ ഏതെങ്കിലും വിഷയത്തിൽ മാർക്ക് കുറയുകയാണെങ്കിൽ അവർക്ക് പ്രത്യേകം പരിശീലനങ്ങളും ക്ലാസ്സുകളും നൽകി അവരെ വീണ്ടും പരീക്ഷ എഴുതിക്കാനുള്ള നടപടിയാണ് വിദ്യാഭ്യാസ വകുപ്പ് ആലോചിക്കുന്നത്. സ്കൂൾ കെട്ടിടങ്ങളുടെ ഫിറ്റ്നസ്, സ്കൂൾ വാഹനങ്ങളുടെ ഫിറ്റ്നസ് എന്നിവയെല്ലാം പരിശോധിച്ച് ഉറപ്പാക്കി കഴിഞ്ഞു. മറ്റ് മുന്നൊരുക്കങ്ങളും പൂർത്തിയാക്കി കഴിഞ്ഞു. ഇനി വിദ്യാർത്ഥികളായ നിങ്ങൾ സന്തോഷത്തോടെ ക്ലാസ് മുറികളിലേക്ക് കയറുക. നിങ്ങൾക്ക് ഒരു മികച്ച അധ്യയന വർഷം ആശംസിക്കുന്നു. അഭിലാഷ് തൊഴുങ്കോടിനൊപ്പം ഉമേഷ് ബാലകൃഷ്ണൻ, 24 തിരുവനന്തപുരം. കുറച്ച് സമയം കൂടി കഴിയുമ്പോൾ സ്കൂളുകളിൽ ബെല്ലടിക്കും. അപ്പോൾ കുട്ടികളൊക്കെ റെഡി ആയിക്കോളൂ. അതേസമയം സബ്ജക്റ്റ് മിനിമം ഉണ്ട് എന്നുള്ളത് മറന്നു പോകരുത്. ഓൾ പാസ് എല്ലാവരും പാസ്സാക്കുന്ന ആ പരിപാടി ഈ സർക്കാർ അവസാനിപ്പിച്ചിരിക്കുന്നു എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വിവരമാണ് ഉമേഷ് ബാലകൃഷ്ണൻ പങ്കുവച്ചത്. കാരണം ഈ ക്ലാസ്സിൽ കയറാതെയും മറ്റുള്ള കലാപരിപാടികളിൽ ഏർപ്പെട്ട് നടക്കുന്ന കുട്ടികൾക്ക് തീർച്ചയായിട്ടും ഇതൊരു വെല്ലുവിളിയായിരിക്കും. പരീക്ഷ നടക്കുമ്പോൾ ഓരോ വിഷയത്തിനും കൃത്യമായി ഇത്ര മാർക്ക് ലഭിച്ചില്ലെങ്കിൽ തോറ്റ് തൊപ്പിയിടും.